മോനെ, കളിക്കാൻ പോകുന്നതൊക്കെ കൊള്ളാം. ആ ഭ്രാന്തമ്മയുടെ വീടിനരികിലേക്ക് പോകരുത്. അമ്മേ, ആരാണീ ഭ്രാന്തമ്മ? അമ്മ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട് നല്ല അഴകുള്ള ഒരു പെണ്ണായിരുന്നു. പക്ഷെ ഇപ്പോൾ അവളെ ആരും കാണാറില്ല. ഭ്രാന്താണെന്നാ പറഞ്ഞു കേട്ടെ. പിന്നെ ആ വീടും പരിസരവും അത്ര നല്ലതല്ല മോനെ. പ്രേതശല്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ശരി അമ്മേ, ഞാൻ നോക്കിക്കോളാം. എടാ വാ, കളി തുടങ്ങണ്ടേ? അല്ല, ഇതെന്താ ആർക്കും കളിക്കണ്ടേ? ഞങ്ങൾ ഭ്രാന്തമ്മയെ കുറിച്ച് പറയുമായിരുന്നു. ഇവന്റെ അമ്മ പറഞ്ഞൂന്ന് ആ വീടിനടുത്തോട്ട് പോകരുതെന്ന്. അതേടാ, എന്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അവരെവിടുന്നാണ് വന്നതെന്നോ അവരുടെ ശരിക്കുള്ള പേരെന്താണെന്നോ ഒന്നും ആർക്കും അറിയില്ല. അവർ പുറത്തേക്ക് വരുന്നതും ആരും കണ്ടിട്ടില്ല. അതേടാ, ചില രാത്രികളിൽ അവിടെ വെളിച്ചം തെളിയും. പിന്നെ ഏതോ ഒരു പാട്ട് ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കും. അത് മാത്രമല്ല, രാത്രി അവര് ആരോ ഒരാളോട് സംസാരിക്കും അത്രേ. പക്ഷെ ആ വീട്ടിൽ വേറെ ആരുമില്ല. എടാ, എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് പേടിയാവുന്നു. അവര് വല്ല യക്ഷിയുമാണോ? ആർക്കറിയാം. നമ്മൾ അവരുടെ വീടിനടുത്തേക്ക് പോകുന്നുമില്ല, അവരെ കാണുന്നുമില്ല. പിന്നെന്താ? വന്നേ വന്നേ, ഇപ്പൊ തന്നെ വൈകി. അതെ, ഈ സാധനങ്ങൾ എവിടെയാ വെക്കണ്ടേ? പറഞ്ഞ പോലെ 1 മാസത്തേക്കുള്ള പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും വാങ്ങിയിട്ടുണ്ട്. ഇവിടെ വെക്കുവാണേ. സിക്സ് അടിക്കണം. അയ്യോടാ, ഇനി എന്ത് ചെയ്യും? നീയല്ലേ അടിച്ചത്, നീ പോയി എടുക്കും. ഞാനും ആ ഭ്രാന്തമ്മയെ പിടിച്ചുകൊണ്ട് പോയാലോ? അമ്മ പറഞ്ഞിട്ടുണ്ട് അവിടെ കയറരുതെന്ന്. അതേടാ, ആ മോള് പോട്ടെ. രാത്രി അവിടെ നിന്ന് കരച്ചിൽ കേൾക്കാറുണ്ടെന്നാ എന്റെ ചേട്ടൻ പറഞ്ഞേ. നീയൊക്കെ മാറിക്കേ, ഞാൻ പോവാം. എടാ വേണ്ടടാ. എന്താ, അവൾ പിടിച്ച് തിന്നോ? പേടിയില്ലാത്തവർ കൂടെ വന്നാ മതി. ആന്റി, ഇത് നിങ്ങളുടെ ഗോളാണോ? അതെ. പേടിക്കണ്ട, എങ്ങു വാ. ഞാനൊന്നും ചെയ്യില്ല. പേരെന്താ നിങ്ങളുടെ? അശ്വിൻ. ഞാൻ ആന്റി. കളി കഴിഞ്ഞോ? ഇല്ല, ബോൾ ഇങ്ങോട്ട് വന്നപ്പോ. ദാ ബോൾ, പോയി കളിച്ചോ. കൂട്ടുകാർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇവരെ കുറിച്ചാണോ ഇത്ര നാൾ ഇങ്ങനെയൊക്കെ ഈ ആളുകൾ പറഞ്ഞു നടന്നേ? അതേടാ, എന്തൊരു പാവം ആന്റിയാ. ആ കണ്ണ് കണ്ടായിരുന്നോ? എന്തൊരു വിഷമമുള്ള പോലെ. നീ വരുന്നുണ്ടോ? ഞാൻ ആന്റിയെ കാണാൻ പോവാ. ഏതാന്റി? എടാ ഭ്രാന്തമ്മ. ഞാൻ ഇനി അങ്ങനെ വിളിക്കില്ല. ആന്റി പാവമാ. എടാ ഞാനും വരാം, നമുക്ക് ഒന്നിച്ച് പോവാം. ആന്റി, ഇതാരെ? ഇന്ന് കളിയില്ലേ? ഉണ്ട്, പക്ഷെ നല്ല മഴക്കാറുണ്ട്. ചിലപ്പോ കളി വേണ്ടെന്ന് വെക്കും. പിന്നെ എന്തിനാ എന്നെ കാണാൻ വന്നത്? വെറുതെ ചുമ്മാ. ആന്റി, ഇതാരാ? മിസ്റ്റർ ജിയോൺ. ജിയോൺ,
എന്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ച ആളാണ്. ആന്റി, ഈ മിസ്റ്റർ ജിയോൺ ഇപ്പോ എവിടെയാ? അറിയില്ല. അതെന്താ? ഞങ്ങൾ ഒരുമിക്കേണ്ടവരായിരുന്നു. പക്ഷേ ആന്റി, ഇന്ന് ആ നക്ഷത്രം ഉദിക്കുന്ന ദിവസമല്ലേ? അതേടാ, എന്റെ അമ്മയും പറഞ്ഞിരുന്നു. ഏത് നക്ഷത്രം? 50 വർഷങ്ങൾക്കിപ്പുറം മാത്രം ആകാശത്ത് തെളിയുന്ന ഒരു നക്ഷത്രം. അതിനെ നോക്കി ആഗ്രഹം പറഞ്ഞാൽ നടക്കുമെന്നാ പറയുന്നേ. ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങൾ വിഷു പറയും. ആന്റിക്കും പറയാമല്ലോ. എനിക്ക് വിഷമൊന്നുമില്ല. ആന്റിക്ക് മിസ്റ്റർ ജിയോൺ എവിടെയാണെന്ന് ചോദിക്കാലോ. അല്ലെങ്കിൽ മിസ്റ്റർ ജിയോണിനെ കാണണമെന്ന് വിഷയാലോ. ആഗ്രഹിച്ചാൽ ശരിക്കും നടക്കുമോ? നടക്കും, പക്ഷേ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം. ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഞാൻ നിന്നെ മറന്നിട്ടില്ല ജിയോ. നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ, നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ. ഓ ഗോഡ്, ഇന്നെ സീനിയർ മാഡം കൊല്ലും. സീരിയസ്ലി? സോറി. സോറിയോ? തന്റെ മുഖത്ത് കണ്ണില്ലേ? അത് കൊള്ളാലോ. ഇങ്ങോട്ട് റോക്കറ്റ് പോലെ വന്നിടിച്ചിട്ട് ഞാൻ സോറി പറയണോ? എക്സ്ക്യൂസ് മീ, നീ എന്തിനാ ചിരിക്കുന്നേ? ഹേയ്, നത്തിങ്. തന്നെ കണ്ടപ്പോ ഏതോ ഫൈറ്റ് മൂവിയിലെ ആക്ഷൻ ഹീറോയെ പോലെ തോന്നി. വെരി ഫണ്ണി. താങ്ക്സ്. എന്താ തന്റെ പേര്? ജിയോ. സി മിസ്റ്റർ ജിയോ, ഗെറ്റ് ലോസ്റ്റ്. ചുമ്മാ ഓവർ സ്മാർട്ട് കളിക്കുക. രാവിലെ തന്നെ മൂഡ് കളയാ. വാട്ട്? എന്താ രാവിലെ തന്നെ കടന്നൽ കുത്തിയോ എന്റെ മോളുടെ മുഖത്ത്? എന്ത് പറ്റി ജീവന? സുജ, നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ഒരലവലാതി വന്ന് എന്നെ ഇടിച്ചിട്ടിട്ട് അവന്റെ കോഫിയും എന്റെ മേലിട്ടിട്ട് പോയി. ഷോ, ഞാൻ എന്ത് ചെയ്യും? സീനിയർ മാഡം കണ്ട എന്നെ കൊല്ലും. അതാരാ എന്റെ ഈ കാന്താരി ഇടിച്ചിടാൻ മാത്രം ധൈര്യമുള്ളവൻ? ആ ഏതോ ഒരു അലവലാതി, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവനെന്റെ കൈ കിട്ടിയ പപ്പടം പൊടിക്കുന്ന പോലെ ഞാൻ പൊടിക്കും. ഗൈസ് ലിസൺ, ദിസ് ഈസ് അവർ ന്യൂ ഡോക്ടർ, ഡോക്ടർ ജിയോ. മിസ്റ്റർ ജിയോ, ഇന്നു മുതൽ നമ്മുടെ കാർഡിയോളജി സെക്ഷൻ ഇദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും. ഡോക്ടർ ജിയോണിനെ ഇന്നു മുതൽ ജിമ്മിന് അസിസ്റ്റന്റ് ചെയ്യണം. ഓക്കെ? അദ്ദേഹത്തിന് ഒരു കുറവും വരാൻ പാടില്ല. ഞാനോ? യെസ്. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോ. അല്ല, തന്റെ ഡ്രസ്സിൽ എന്ത് പറ്റിയതാ? അതൊരു അലവലാതി കോഫി മറിച്ചതാ. സിസ്റ്റർ മരിയ, ഇതുപോലെ ഉത്തരവാദിത്വമില്ലാത്ത സ്റ്റാഫിനെയൊക്കെയാണോ എനിക്ക് അസിസ്റ്റന്റ് ആയി തരുന്നേ? കണ്ടില്ലേ, രാവിലെ തന്നെ ഡ്രസ്സ് പോലും പ്രോപ്പർ അല്ല. സോറി സർ, ഇനി ഇതുണ്ടാകില്ല. മിസ്റ്റർ ജിയോൺ, മിസ്റ്റർ ജിയോൺ, ഡോക്ടർ ജിയോൺ. മിസ്റ്റർ ജിയോൺ, ഞാൻ അങ്ങനെ വിളിക്കൂ. എന്നെ തിരുത്തണ്ട. എന്നെ പറ്റി എന്താ സീനിയർ മാഡത്തോട് പറഞ്ഞേ? എനിക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നോ? നോക്ക് മിസ്റ്റർ ജിയോൺ, എന്റെ ഡ്രസ്സ് ഇങ്ങനെയാക്കിയത് നിങ്ങളല്ലേ? ആണെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തു. വലിയ ഡോക്ടറാണെന്ന ഭാവമൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. ഈ ജോലി തന്നെ തെറിപ്പിക്കാനുള്ള കെൽപ്പ് എനിക്കുണ്ട്. എന്റെ ഫാദർ ആരാന്നറിയാമോ? ആരാ? അമേരിക്കൻ പ്രസിഡന്റാ? ഒന്ന് പോവച്ചേ. നെക്സ്റ്റ് പേഷ്യന്റ്. 62 years old, diabetic BP. 1 minute. ഇത് നെക്സ്റ്റ് പേഷ്യന്റിന്റെ ഫയൽ അല്ല. Sorry മിസ്റ്റർ ജിയോൺ. കോൾ മീ ഡോക്ടർ ജിയോൺ. നോ. വാട്ടെവർ. റോക്കറ്റ് സ്പീഡിൽ നടക്കുന്ന പോലെ ഫയൽ മാറിക്കൊണ്ട് വരുന്നതും ഒരു ശീലമാണോ? നിങ്ങൾ ആദ്യം പ്രോപ്പർ ആയിട്ട് പേഷ്യന്റ് നമ്പർ പറയണം.
ഇതുപോലെ ഇൻഎക്സ്പീരിയൻസ് ആയ ആളുകളെയാണോ ഇവിടെ നഴ്സ് അയച്ചിരിക്കുന്നേ? അഹങ്കാരി. ജിമിൻ, 305 പേഷ്യന്റിന് കൊടുക്കാൻ പറഞ്ഞ ആന്റിബയോട്ടിക് എടുത്തോ? യെസ്, എടുത്തോ മിസ്റ്റർ ജിയോൺ. ഈ ടാബ്ലറ്റ് അല്ലേ? ഇതാണോ ആന്റിബയോട്ടിക്? അതെ, എന്താ? ഇത് ഗ്യാസിന്റെ ഗുളികയാ. പേഷ്യന്റിന് ഇൻഫെക്ഷൻ മാറാനാണോ അതോ വയറ്റിലെ ഗ്യാസ് കളയാനാണോ നീ ശ്രമിക്കുന്നേ? ലങ്സിലെ ഇൻഫെക്ഷന് വയറ്റിലെ ഗ്യാസിന്റെ ആന്റിബയോട്ടിക്. വാട്ട് ഈസ് ദിസ്? സോറി, ഞാൻ അറിയാതെ. എന്നാ താനൊക്കെയൊന്ന് നേരെയാവുക. ലിസൺ, പേഷ്യൻസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരാൻ ഞാൻ സമ്മതിക്കില്ല. കെയർഫുൾ. കൊല്ലുന്നതാണ്. ഇതെന്താ എന്റെ കാന്താരിക്ക് പറ്റിയേ? ഇന്നാകെ മൂടിക്കെട്ടിയാണല്ലോ. പപ്പ, എനിക്ക് മതിയായി. ഒരുത്തൻ വന്നിട്ടുണ്ട്, ഡോക്ടർ ആണെന്നും പറഞ്ഞ് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കൽ അവന്റെ മെയിൻ പരിപാടി. ആഹാ, എന്റെ മോളെ ഓടിക്കുന്നോ? ആരാടാ അവൻ? മോളൊന്ന് പറഞ്ഞാ മതി. അവൻ പിന്നെ അവിടെ ജോലി ചെയ്യില്ല. ഇത് പപ്പയുടെ ഉറപ്പാ. വേണ്ട പപ്പ, സമയമാകട്ടെ. എവിടെ വരെ പോകുമെന്ന് നോക്കട്ടെ. മോള് പോയി ഫ്രഷ് ആകും. പപ്പ ഒരിടം വരെ ഇറങ്ങിയതാ. മിസ്റ്റർ ജിയോൺ, പേഷ്യന്റ് ഫയൽ ഞാൻ ഓൾറെഡി അറേഞ്ച് ചെയ്തതായിരുന്നു. ഇതെന്താ ഈ ഫയലിലൊക്കെ താൻ എഴുതിക്കൂട്ടി വെച്ചിരിക്കുന്നേ? ഈ ഹാൻഡ് റൈറ്റിംഗ് ഡീകോഡ് ചെയ്യാൻ ഞാസൊക്കെ പോലും പറ്റില്ല. മിസ്റ്റർ ജിയോൺ, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് എന്നെക്കാളും മോശമാണ്. വാട്ട്? എന്തൊരു കെയറിങ്, വെറും ഷോഫാ. എന്റെ പൊന്നു മോനല്ലേ, നീ അങ്ങോട്ട് നോക്കി. ചേച്ചി ഇതൊന്ന് എടുത്തോട്ടെ പ്ലീസ് കൂട്ടാ. എന്താ ഇവിടെ? അത് ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ സമ്മതിക്കുന്നില്ല കുട്ടി. അങ്ങ് മാറി നിൽക്കൂ. ഹലോ, എന്താ നിന്റെ പേര്? ടോം. നിനക്കറിയോ, സൂപ്പർമാൻ പോലും ഇഞ്ചക്ഷൻ എടുക്കൂ. റിയലി? പക്ഷെ സൂപ്പർ ഹീറോസ് കരയാറില്ല. ഞാൻ സൂപ്പർ ഹീറോ അല്ല. ആര് പറഞ്ഞു? ദാ ഇത് വാങ്ങ. ഈ മിഠായി നിനക്കുള്ള റിവാർഡാണ്. എന്നെ കൊല്ലാനുള്ള വല്ല പ്ലാനും ചിന്തിക്കുവാണോ? ദാ ഇത് കുടിക്ക്. എനിക്ക് വേണ്ട. ഒരു കാര്യം ചോദിക്കട്ടെ, തനിക്ക് എന്നെ ശരിക്കും ഇഷ്ടമല്ലേ? എക്സ്ക്യൂസ് മീ? ജെന്യൂൻ ക്വസ്റ്റ്യൻ ആണ്. ആ, എനിക്ക് ഇഷ്ടമല്ല. ഐ സീ. മേ ഐ നോ ദ റീസൺ? റീസൺ നിങ്ങൾ എന്റെ ഡ്രസ്സിൽ കോഫി കമത്തിയില്ലേ? വാട്ട്? സുജ, നിനക്കറിയോ ഈ മിസ്റ്റർ ജിയോണിനെ ഒന്നും അറിയില്ല. ഇയാളൊരു ഡോക്ടറാണോ? എന്താ ജീവനാ നീ അങ്ങനെ പറഞ്ഞേ? ആന്നേ, പേഷ്യന്റ് ഫയൽ അറേഞ്ച് ചെയ്യാൻ അറിയില്ല, മര്യാദക്ക് പേഷ്യൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ അറിയില്ല. എന്തിനു പറയുന്നു, ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും അറിയില്ല. ഞാൻ അങ്ങനെ അല്ലല്ലോ കേട്ടത്. ഇന്നലെ റൂം നമ്പർ 28 കുട്ടിയെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് പറ്റാനിട്ട് ഡോക്ടർ ജിയോടാ ഇഞ്ചക്ഷൻ എടുത്തതെന്ന്. അതൊക്കെ ആളുകൾ വെറുതെ പറഞ്ഞതാ. ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ശരിയാ, അങ്ങേരാ എടുത്തേ. പക്ഷേ ഞാനാ എങ്ങനെയാ എടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു കൊടുത്തേ. സിസ്റ്റർ സുജ, തന്റെ ഡ്യൂട്ടി എന്തായില്ലേ? നൈറ്റ് ഷിഫ്റ്റ് ആരാ? സിസ്റ്റർ ജിമിൻ. എന്നിട്ട് ആളെവിടെ? ആള് വന്നിട്ടുണ്ട് ഡോക്ടർ, ഒന്ന് ഫ്രഷ് ആവാൻ പോയതാ. ഓക്കെ, എന്നാൽ താൻ ഇറങ്ങിക്കോ. ജിമിൻ, ബെഡ് നമ്പർ 7 പേഷ്യന്റിന് ഞാൻ പറഞ്ഞ ഡോസ് മാറ്റിയിട്ടില്ലല്ലോ. എന്തിനാ അത് ഹോൾഡ് ചെയ്തത്? ഞാൻ മറന്നുപോയി. എന്താ മറക്കാത്തത്? വേഗം ചെന്ന് ആ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്യ്. എന്താണിത്, ഉറങ്ങുന്നോ? നീ ഉറങ്ങാനാണോ നൈറ്റ് ഷിഫ്റ്റിന് വന്നേ?
ഇപ്പൊ പേഷ്യൻസ് എല്ലാം ഉറങ്ങുമല്ലേ, പിന്നെ എന്താ എനിക്ക് ഉറങ്ങിയ? പേഷ്യൻസ് ഉറങ്ങിയാലും ഇല്ലെങ്കിലും നമ്മുടെ കടമ അവരെ ഒബ്സർവ് ചെയ്യുക എന്നതാണ്. മിസ്റ്റർ ജിയോൺ, എനിക്ക് ഉറക്കം വന്നാ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഉറങ്ങും. നീ ഉറങ്ങിയാൽ തല വഴി ഞാൻ വെള്ളം ഒഴിക്കും, ഒഴിച്ചുകൊണ്ടേയിരിക്കും. രാവിലെ നനഞ്ഞ കുളക്കോഴിയെ പോലെ നീ ഇവിടുന്ന് പോവേണ്ടി വരും. ദുഷ്ടൻ. ജമീൻ, ആ ഇഞ്ചക്ഷൻ എടുക്കും. എന്തുകൊണ്ട് ഇതുവരെ കൊടുത്തില്ല? അത് ഉടനെ കൊടുക്കണമെന്ന് പറഞ്ഞതല്ലേ? അത് എടുക്കാൻ പോയപ്പോ വാട്ട്? വേർ ഇസ് ദ മെഡിസിൻ? അത് കയ്യിൽ നിന്നും വഴുതി താഴെ വീണ് പൊട്ടിപ്പോയി സാർ. സ്റ്റോക്കിൽ ഒരെണ്ണായേ ഉള്ളൂ. ഇനി ഇത് വരാൻ ടൈം എടുക്കും. വാട്ട്? താൻ എന്തായി കാണിക്കുന്നത്? തമാശ കളിക്കാനുള്ള ഇടമാണോ ഇത്? ഒരു പേഷ്യന്റിന്റെ ജീവന്റെ കാര്യമാ. തന്റെ അശ്രദ്ധ കാരണം അയാൾക്ക് എന്തെങ്കിലും പറ്റിയാ താൻ ഉത്തരം പറയൂ? സോറി, ഞാൻ മനഃപൂർവ്വം അല്ല. സ്റ്റോപ്പ് ഇറ്റ്. തന്റെ സോറി കൊണ്ട് എന്ത് കാര്യം? എപ്പോൾ ഒരു കുട്ടിക്കളി. തനിക്ക് ജോലിയോട് ഒരു ആത്മാർത്ഥതയുമില്ല. താൻ എന്തിനാ ഇവിടെ നേഴ്സായി വന്നത്? മര്യാദകളെ വീട്ടിലിരുന്നോണേ. തന്റെ മുഖം എന്റെ മുന്നിൽ കണ്ടുപോയേക്കരുത്. ഗെറ്റ് ഔട്ട്. തന്നെയൊക്കെ വിശ്വസിച്ച് ഡ്യൂട്ടി കിടന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഡോക്ടർ ജിയോൺ, സാറിന് ദേഷ്യപ്പെടാൻ അവകാശമുണ്ട്. പക്ഷെ അവളെ അത്രയ്ക്ക് പറയേണ്ടിയിരുന്നില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അത്രയ്ക്ക് ഇൻസൾട്ട് ചെയ്തപ്പോ തകർന്നുപോയി. പാവം കുട്ടി. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവിടെ ഒരു പേഷ്യന്റ് ക്രിട്ടിക്കലായി നിൽക്കുമ്പോ ഇവള് കുട്ടിക്കളി കളിച്ചാ അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യണം? ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുകയല്ല. പക്ഷെ ജിമിനെ സാറിന് അറിയില്ല. അവിടെ കാണിക്കുന്ന ചിരിയും കളിയും ഒക്കെ അവളുടെ ജന്മന ഉള്ള സ്വഭാവമാണ്. പക്ഷെ ജോലിയിൽ അവൾക്ക് ആത്മാർത്ഥത ഇല്ലെന്ന് പറഞ്ഞില്ലേ, അത് തെറ്റാണ്. ഈ ഹോസ്പിറ്റലിൽ പാവപ്പെട്ട പേഷ്യൻസിന് സർജറി ചെയ്യാൻ കാശ് ഇല്ലാതെ വരുമ്പോ അവളാണ് സ്വന്തം കയ്യിൽ നിന്ന് അത് കൊടുത്ത് സഹായിക്കുന്നത്. അതൊന്നും അവൾ ആരോടും പറയാറില്ല. കാശ് കൊടുക്കുന്നതുകൊണ്ട് മാത്രം നല്ലൊരു നേഴ്സ് ആവില്ല സുജ. ഉത്തരവാദിത്വം വേണം. ശരിയാ, അവൾ ഒരു പൊട്ടിപ്പെണ്ണ. ചെറിയ പ്രായമല്ലേ. പക്ഷെ സാർ അവളുടെ സ്വഭാവത്തെയും പ്രൊഫഷനെയും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. അവൾ കരച്ചിൽ നിർത്തുന്നില്ല സാർ. സാർ പറഞ്ഞത് അവൾക്ക് അത്രയ്ക്ക് കൊണ്ടു. ഞാൻ ഉദ്ദേശിച്ചത് ആ കുട്ടി ഒന്ന് സീരിയസ് ആവട്ടെ എന്നാണ്, അല്ലാതെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല. അവൾ ഒരു പാവമാണ് സാർ. അവൾക്ക് ഈ ലോകത്തെ ആരെയും വെറുക്കാൻ അറിയില്ല. അവൾ ആ മൂലയിലിരുന്ന് കരയുക. പറ്റുമെങ്കിലും ഒന്ന് പോയി നോക്കണം സാർ. ജിമിൻ, വെയിറ്റ്. നീ എങ്ങോട്ടേ ഓടുന്നേ? എന്റെ മുഖം കാണരുതെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ പോയിക്കോളാം. അത് ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. നീ ആ മരുന്ന് പൊട്ടിച്ചു എന്ന് കേട്ടപ്പോ ഉണ്ടായ ടെൻഷനിൽ. പക്ഷെ ഞാൻ പറഞ്ഞ വാക്കുകൾ അത് അല്പം കൂടിപ്പോയെന്ന് എനിക്കറിയാം. സോറി ജിമിൻ. മിസ്റ്റർ ജിയോ, നിങ്ങൾ എന്തിനാ എന്നോട് സോറി പറയുന്നേ? നിങ്ങൾ പറഞ്ഞത് സത്യമാ. എനിക്ക് ഉത്തരവാദിത്തമില്ല. ഞാൻ നഴ്സാകാൻ യോഗ്യയല്ല. നിങ്ങൾക്ക് എന്നെ കാണുന്നത് തന്നെ വെറുപ്പല്ലേ? ഹേയ് ജിമിൻ, ലിസൺ ടു മീ. ഈ ഹോസ്പിറ്റലിലെ തിരക്ക് നിനക്കറിയാലോ. അതിനിടയിൽ നീ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോ എന്റെ കോൺസെൻട്രേഷൻ പോകുന്നു. എന്റെ മുന്നിൽ രോഗിക്കാണ് മുൻഗണന. അതുകൊണ്ടാണ് ചൂടാൻ വേണ്ടി വന്നത്. അല്ലാതെ തന്നെ വ്യക്തിപരമായി അപമാനിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നില്ല. ആ മുഖം തുടയ്ക്ക്. തന്റെ മുഖത്തിന് ഈ കണ്ണീര് ചേരില്ല. മിസ്റ്റർ ജിയോ, അത് പിന്നെ ഇല്ലേ. ജിമിൻ, ഡ്യൂട്ടിക്ക് സമയമായില്ലേ? ഇവിടെ എന്ത് ചെയ്യുവാ? ഗോ ആൻഡ് ഡു യുവർ ഡ്യൂട്ടി. ഇതെന്താ ഇങ്ങനെ? ഇന്നലെ ഞാൻ കരഞ്ഞപ്പോ വേറൊരു ജിയോണിനെയാണല്ലോ ഞാൻ കണ്ടേ. മിനിറ്റ് വെച്ച സ്വഭാവം മാറും. എന്നെ കാണുമ്പോ മാത്രം ഇങ്ങനെ കടവയെ പോലെ
ചാടും. നോക്ക്, ആ സോഫിയോട് നിന്ന് ഇളിക്കുന്നത്. കണ്ടാത്തോന്നും ലോകത്ത് ഇങ്ങനെ കഴിഞ്ഞ വേറെ ഡോക്ടർ ഉള്ളെന്ന്. ചാടക്കാരൻ. സുചി, സുചി, നീ ആ ഹിറ്റ്ലറെ കണ്ടോ? എന്താ ഒരു ഇളക്കം അയാൾക്ക്. ഈ ഹോസ്പിറ്റലിൽ എന്താ പ്രത്യേകം വല്ല നിയമവും ഉണ്ടോ? എന്നെ കണ്ട മാത്രം കടിച്ചു കീറാൻ വരും, ബാക്കി എല്ലാരോടും പഞ്ചാര ഒഴുകുക. സത്യത്തിൽ ഇങ്ങർക്ക് വട്ടാണോ? എന്റെ ജിമിന, നീ ഒന്ന് പതുക്കെ പറ. ഞാൻ എന്തിനാ പതുക്കെ പറയണം? ആ മുഖത്ത് ജാട കണ്ടില്ലേ? ഒരുമാതിരി കൈപ്പൊക്കെ തിന്ന പോലെ ഇരിക്കുന്നേ. എനിക്കിഷ്ടമില്ല. ആ സോഫിയുടെ പുറകെ നടക്കുന്ന കണ്ടില്ലേ? നോക്ക്, എന്താ ഒരു ഇളി. വെറും ഷോ. ഇയാള് കൃഷ്ണനോ? അതിന് നിനക്കെന്താ? ഡോക്ടർ ആരോടെങ്കിലും മിണ്ടട്ടെ. ആ പിന്നെ, ഇനി ഞാൻ പറയുന്നത് ആരോടും പറയരുത്. ഇങ്ങർക്ക് ഈ ഗേൾസിന്റെ അടുത്തുള്ള ഫ്ലേട്ടിങ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കൊണ്ട് മറ്റൊന്നിനും കൊള്ളില്ല. നീ എന്താ പറയുന്നേ? കഴിവില്ലെന്ന്. ബെഡിൽ. ആ, ഞാൻ നേരത്തെ പറഞ്ഞത് പിൻവലിച്ചു. ഈ ഹോസ്പിറ്റലിലെ എല്ലാ ഗേൾസിനോടും നീ അത് പറയണം. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെ പഞ്ചാര ചെവിയൊക്കെ ചിരിച്ച് ഏതെങ്കിലും ഒരുത്തി കിട്ടിയ അവളുടെ ജീവിതം പോയില്ലേ? പിള്ളേരും ഉണ്ടാവോ? ശോ. കുറച്ചു മുന്നേ എന്തോ പറയുന്ന കേട്ടു. എനിക്ക് കഴിവില്ലെന്നോ മറ്റോ. ചുമ്മാ പറയാൻ നീ ആരാ? എന്ത് കഴിവാ നിനക്ക് കാണേണ്ടത്? ഞാൻ കാണിച്ചു തരാം. എന്തിനാ നീ അപ്പോൾ എന്റെ പിറകെ ഇങ്ങനെ നടക്കുന്നേ? എന്തിനാ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്? നീ അവിടെ ഇവിടെ നിന്ന് എന്നെ നോക്കുന്നത് ഞാൻ കണ്ടില്ലെന്നാണോ? എന്റെ ശ്രദ്ധ കിട്ടാനാണോ നീ ഇങ്ങനെ ഇല്ലാകാതെയൊക്കെ പറഞ്ഞു വരുത്തുന്നേ? അങ്ങനെയൊന്നുമില്ല. നുണ പറയരുത്. നിനക്ക് എന്നോട് വല്ലതുണ്ടോ? ഡു യു ഹാവ് ഫീലിംഗ്സ് ഫോർ മീ? ഉണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറ. മിസ്റ്റർ ജിയോൺ, നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കാതിരിക്കാവോ? വൈ? എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ടെൽ മീ. ഞാൻ ആദ്യം നിങ്ങളെ ഹേറ്റ് ചെയ്തിരുന്നു. അതെനിക്കറിയാലോ. പക്ഷേ പിന്നെ എപ്പോഴാണെന്ന് അറിയില്ല ഇങ്ങനെ. ഐ തിങ്ക് മിസ്റ്റർ ജിയോൺ, നിങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചത് മുതലാവും. നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വന്നു തുടങ്ങി. ഞാൻ ട്രൈ ചെയ്തു ഇഗ്നോർ ചെയ്യാൻ, റിയലി ട്രൈഡ്. പക്ഷെ പറ്റുന്നില്ല. എനിക്കറിയില്ല, നിങ്ങൾ മറ്റുള്ള ഗേൾസിനെയൊക്കെ നോക്കി ചിരിക്കുമ്പോൾ ആ ചിരി എന്നെ നോക്കി വേണമെന്ന് നോക്കി മനസ്സിൽ തോന്നുക. ഐ റിയലി ലൈക്ക് യുവർ സ്മൈൽ. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് മിസ്റ്റർ ജിയോൺ. Don't. Why? I love you. I love you, Mr. Jiyoung. Stop it. നമ്മൾ തമ്മിലുള്ളത് വെറും പ്രൊഫഷണൽ ബന്ധം മാത്രമാണ്, അല്ലാതെ മറ്റൊരു ചിന്തയും എനിക്ക് തന്നെ കുറിച്ചില്ല. Don't ever repeat this. Mr. Jiyoung. Don't call me that. Why? ഡോക്ടർ ജിയോൺ എന്ന് വിളിക്കൂ. No. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് വെറുതെ പറയുന്നതല്ല. അന്നത്തെ നിന്റെ ആ ദേഷ്യവും കരുതലും ഒക്കെ കണ്ട് എപ്പോഴും തോന്നിപ്പോയതാണ്. ഇത് വെറും തമാശയല്ല. ഞാൻ ചത്താലും നിന്നെ കൊണ്ടേ പോകും. നോക്ക് ജിമിൻ, സ്നേഹിക്കാനോ പ്രണയിക്കാനോ പറ്റിയ ഒരാളല്ല ഞാൻ. ആ ഒരവസ്ഥയോ അല്ല. ഈ ഹോസ്പിറ്റലും ഇവിടുത്തെ പേഷ്യൻസും ആണ് എനിക്ക് വലുത്. അതിനിടയിൽ ഇങ്ങനെ ഒരു വികാരം ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയില്ല. പ്രൊഫഷൻ വലുതാണെന്ന് വെച്ച് ആർക്കും ആരോട് സ്നേഹം തോന്നരുതെന്നുണ്ടോ? നോ, എനിക്കതിന് കഴിയില്ല. ഇതൊക്കെ നിന്റെ ഈ ചെറിയ പ്രായത്തിൽ തോന്നുന്ന വെറും അട്രാക്ഷൻ മാത്രമാ. നീ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. മതി അഭിനയിച്ചത്. നിനക്ക് ഇഷ്ടമില്ല, ഒന്നുമില്ല എന്നൊക്കെ ആരോടാണ് ഈ പറയുന്നത്? എന്നോടോ? ഈ ജിമിന്റെ കണ്ണ് വെട്ടിക്കാൻ ആർക്കും കഴിയില്ല. നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ജിമിൻ, നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ? സൗണ്ട് കുറക്ക്, ആരെങ്കിലും കേൾക്കും. കേൾക്കട്ടെ, എല്ലാരും കേൾക്കട്ടെ. നീ എന്തിനാ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നേ? ഞാൻ നിന്റെ കണ്ണുകളിൽ കണ്ടിട്ടുണ്ടാ പ്രണയം. അതൊക്കെ നിന്റെ തോന്നലാണ് ജിമിൻ. നിനക്ക് ഭ്രാന്താണ്. അതെ, എനിക്ക് ഭ്രാന്താണ്, നിന്നോടുള്ള ഭ്രാന്ത്. പക്ഷെ നീ എന്തിനാ എന്നോട് ഒന്നുമില്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നേ? ജിയോ, നീ എന്നെ നോക്കി ഓരോ തവണ ദേഷ്യപ്പെടുമ്പോഴും
ആ കണ്ണുകളിൽ ഒരുതരം ആകുലത ഞാൻ കാണാറുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് സുജയോട് ചോദിക്കുന്നത് ഞാൻ അറിഞ്ഞില്ലെന്ന് കരുതിയോ? എന്റെ ഷിഫ്റ്റ് മാറുമ്പോ എന്നെ അന്വേഷിക്കുന്നത് ഞാൻ അറിഞ്ഞില്ലെന്ന് കരുതിയോ? എന്തിനാ നീ ഇങ്ങനെ ഡെനി ചെയ്യുന്നത് ജിയോ? ആരെ പേടിച്ചിട്ടാ? ഇഷ്ടമാണെന്ന് പറയണ്ട, പക്ഷെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് എന്നെ വീണ്ടും വീണ്ടും കൊല്ലാതിരുന്നൂടെ? നിന്റെ ഈ മൗനം എന്റെ നെഞ്ചിൽ വന്ന് തറയിക്കുകയാ. ജിമിൻ, നീ പറഞ്ഞത് ശരിയാ. എനിക്ക് നിന്നെ ഇഷ്ടമാ. നിന്റെ ഈ ചിരിയും കുസൃതിയും അറിയില്ല എങ്ങനെയാ പറഞ്ഞു തരേണ്ടതെന്ന്. അത് തുടങ്ങിയിട്ട് കുറച്ചായി. പക്ഷേ എന്താ? ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ എന്നോട് എന്താ അത് പറയാൻ മടിക്കുന്നേ? കാരണം നമ്മൾക്കിടയിൽ വലിയ അന്തരമുണ്ട് ജിമിൻ. നിന്റെ സ്റ്റാറ്റസും എന്റെ സ്റ്റാറ്റസും എന്റേതിലും ഡിഫറെന്റ് ആണ്. അതിനു മുന്നിൽ ഞാൻ ഒന്നുമല്ല. എനിക്ക് ആരുമില്ല, ഒരു ഫാമിലി നെയിം പോലും ഇല്ല. ഞാനൊരു അനാഥനാണ് ജിമിൻ. മിസ്റ്റർ ജിയോ, അതെ, ഒരു അനാഥാലയത്തിന്റെ ചുവരുകൾക്കുള്ളിൽ വളർന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ഈ നിലയിൽ എത്തിയവനാ ഞാൻ. നിന്നെ പോലൊരു പെൺകുട്ടിക്ക് ഞാൻ ചേരില്ല. നിന്റെ വീട്ടുകാർ അതിന് സമ്മതിക്കുകയുമില്ല. മിസ്റ്റർ ജിയോ, നോ, എനിക്ക് സ്റ്റാറ്റസ് അല്ല വലുത്, നിങ്ങളാണ്. ഇപ്പോൾ നീ അത് പറയും. പക്ഷേ നാളെ നിന്റെ വീട്ടുകാർ നിനക്ക് വേണ്ടി വലിയൊരു ആലോചന കൊണ്ടുവരുമ്പോ എന്റെ പശ്ചാത്തലം ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ നീ എന്ത് ചെയ്യും? സ്നേഹിച്ചിട്ട് നഷ്ടപ്പെടുത്താൻ വയ്യ ജിമിൻ. അതുകൊണ്ടാണ് ഞാൻ സ്നേഹിക്കാതിരിക്കുന്നത്. നഷ്ടപ്പെടുമെന്ന് ഉറപ്പുള്ളതിനെ എന്തിനു സ്വന്തമാക്കാൻ ശ്രമിക്കണം? പ്ലീസ്, നീ വിചാരിക്കുന്ന പോലെ ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോവില്ല. ജിയോ, നീ അനാഥനല്ല. ഇനി മുതൽ നിനക്ക് ഞാനുണ്ട്. നിനക്കതിനെ കഴിയുമോ ജിമിൻ? ഉറപ്പായും. ഈ ജിമിൻ നിന്റെയാണ്. നിനക്ക് വേണ്ടി ഈ ലോകത്തോട് മുഴുവൻ വേണമെങ്കിലും ഞാൻ പോരാടും. സ്റ്റാറ്റസിന്റെ പേര് പറഞ്ഞ് എന്നെ അകറ്റരുത്. உள்ளதை சொல்கிறேன், உன்னுயிர் சேர்ந்திட நாள் வழி பார்க்கிறேன். இமைகள் மூடி அருகில் வா, இது போல் எதுவும் இல்லை. മിസ്റ്റർ ജിയോൺ, നിന്റെ ഈ വിളിയൊന്ന് നിർത്തോ? നോ, എനിക്ക് അങ്ങനെ വിളിക്കാൻ ഇഷ്ടം. അതെ, നമ്മുടെ പ്രേമം അതിവിടെ ശരിയാവില്ല. ഇവിടെ ഒരു പ്രൈവസി ഇല്ല. അത് കൊള്ളാം. എന്ന് പറഞ്ഞ റോഡിൽ ഇറങ്ങി പ്രേമിക്കാൻ പറ്റുമോ? പറ്റും. ഇവിടെ അടുത്തൊരു പ്ലേസ് ഉണ്ട്, കുറച്ചുള്ളിലാ. അവിടെ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കാം. നാളെ നമുക്ക് അവിടെ മീറ്റ് ചെയ്യാം. നിന്റെ ഇഷ്ടം പോലെ. മിസ്റ്റർ ജിയോൺ, പ്ലീസ് ജിമിൻ, ജിയോൺ എന്ന് വിളിക്കേ. ജിയോൺ, നീ എപ്പോഴെങ്കിലും കരുതിയിരുന്നോ നമ്മൾ ഇങ്ങനെ? നോ വേ. ഞാനൊരു ജോബായ ഇവിടെ വന്നേ. ബട്ട് അതോടൊപ്പം ഒരു പ്രണയം എന്റെ ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ ഇപ്പോഴല്ല. യെസ്, ഞാനുണ്ട്. എന്റെ ഫാമിലിക്ക് നിന്നെ കണ്ടാൽ ഇഷ്ടപ്പെടും. നിനക്ക് എന്താ ഒരു കുറവ്? ആ ചിരി മതിയല്ലോ. ബട്ടർഫ്ലൈ, പൂ പറിക്കാൻ വന്നതാ? ഹേ മാറ്. ഏതാ നീ? ജിയോൺ, ജിയോൺ, മിസ്റ്റർ ജിയോൺ, ഒന്നും ചെയ്യല്ലേ. നിനക്കറിയോ ഇവനെ? യെസ്, ഇത് തോമസ് ആണ്. ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരനായിരുന്നു. ഏതോ മോഷണ കുറ്റമൊക്കെ ആരോപിച്ച് പപ്പയുടെ ഓഫീസിലെ ആളുകൾ ഒരുപാട് തല്ലി ഉപദ്രവിച്ചു. അങ്ങനെ മെന്റലി ഇങ്ങനെ ആയിപ്പോയതാ. തോമസ് ഇങ്ങനെ ഇവിടെയൊക്കെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കും. ആർക്കും ഉപദ്രവമില്ല. ഒരു പാവമാ. ഓ, ഞാൻ പേടിച്ചു പോയി. തോമസ്,
ഇതെന്റെ ഫ്രണ്ടാ മിസ്റ്റർ ജിയോ. ഇയാളും പൂ പറിക്കാൻ വന്നതാ? തോമസ്, ദാ അവിടെ ദൂരെ കുറെ പൂവുണ്ട്, പോയി നോക്ക്. ഞാൻ പോകില്ല. ഇവൻ നമുക്കൊരു പാരയാവോ? തോമസ്, ദാ നോക്ക് എന്റെ കയ്യിൽ എന്താന്ന്. എടുത്തോ, ബട്ട് ദൂരെ പോയി പൂ പറിക്കണം. പോകാം പോകാം. മിസ്റ്റർ ജിയോൺ, നിങ്ങൾ ഫുൾ ടൈം മിഠായി പോക്കറ്റിട്ട് നടക്കുക. യെസ്, എപ്പോഴാ ആവശ്യം വരികയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ദാ ഇത് മതിയോ? ഇല്ലെങ്കിൽ നാളെ വരുമ്പോ കുറച്ച് കൂടുതൽ കൊണ്ടുവരാം. ഓക്കെ, തോമസിന് നാളെ നിറയെ മിഠായി തരാം കേട്ടോ. കുറെ വേണം, കുറെ. എന്തൊരു നിഷ്കളങ്കന അല്ലേ? പാപം, ഇവനൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്നെന്റെ മനസ്സ് പറയുന്നു. എനിക്കും അങ്ങനെ തോന്നുന്നേ. ജിമിൻ, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കുമെന്ന്? ആക്ച്വലി കേരളത്തിൽ നമുക്ക് തിരിച്ചു പോകണം. അവിടെ നിറയെ മരങ്ങൾക്കിടയിൽ ഒരു വീട്. അവിടെ നിനക്ക് ഞാനും എനിക്ക് നീയും. നിനക്കറിയോ ഞാൻ എന്താ ഇമാജിൻ ചെയ്യുന്നേന്ന്? നമ്മൾ വയസ്സാവുന്നത്. ജിയോൺ, ഉം, നമ്മൾ വയസ്സായാൽ എങ്ങനെയാവും കാണാൻ? ഉം, നീ വയസ്സാവും, ഞാനല്ല. ഞാൻ ഇതുപോലെ തന്നെ ഇരിക്കും. പിന്നെ അതെ, 50 വയസ്സായാലും ഞാൻ ഹാൻസം ആയിരിക്കും. ഇമ്പോസിബിൾ. എക്സ്ക്യൂസ് മീ? നീ ശരിക്കും ഒരു മുരടൻ ഓൾഡ് മാൻ ആയിരിക്കും. ഞാനോ? യെസ്, രാവിലെ കോഫി കിട്ടാൻ വൈകിപ്പോയാ എല്ലാവരോടും ദേഷ്യപ്പെടുന്ന ഒരു ഓൾഡ് മാൻ. അപ്പൊ നീയോ? ഞാൻ ക്യൂട്ടായിരിക്കും. വയസ്സായ കാലത്തും ഇത്ര കോൺഫിഡൻസോ? നീ 50 വയസ്സായാലും ഇതുപോലെ നിർത്താതെ സംസാരിക്കൂ. കേൾക്കാൻ നീ ഉണ്ടാകുമല്ലോ. പക്ഷേ ഒരു സത്യം പറയട്ടെ, നിന്റെ മുടി നരക്കും. നോ പല്ല് പോവും. നോ, ജിയോ നിർത്തിക്കോ. ഓക്കെ ഓക്കെ ഓക്കെ. ജിമ്മി, നരച്ച മുടി വന്നാലും മുഖം ചുളുങ്ങിയാലും നീ ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും 50-ാം വയസ്സിലും ഞാൻ നിന്റെ പിന്നാലെ നടക്കും. സ്റ്റിൽ ഐ ലവ് യു. വൈ? കാരണം എന്റെ മനോഹരമായ ഫ്യൂച്ചർ മുഴുവൻ നിന്നോടൊപ്പമാണ്. എന്റെ ജീവിതമേ നീയാണ്. ജിയോൺ, നീ എനിക്കൊരു പാട്ട് പാടിത്തരാമോ? നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ, നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ, ഉല്ലാസം ആനന്ദം കുഞ്ഞോനെ, എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ, കനവും നീ നിനവും നീ വായോ വായോ വാവേ, ഉണ്ണിക്കണ്ണായെന്നെന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ. ഓ ഹായ് ജിയോൺ, നോക്ക് എന്ത് നല്ല പൂക്കളാ. ഒന്ന് നിൽക്കുമോളെ, ഇത്ര എനർജി എവിടുന്നാ നിനക്ക് കിട്ടിയേ? ഇത് നിനക്കാണ് മോളെ. എനിക്കോ? അത് എത്ര ഇതിന്? അതൊന്നും വേണ്ട, ഇതെന്റെ ഗിഫ്റ്റാ. ഗിഫ്റ്റോ? എന്തിനാ അമ്മ എനിക്ക് ഗിഫ്റ്റ് തരുന്നേ? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ? ആക്ച്വലി അത് അതെ അമ്മേ. മിസ്റ്റർ ജിയോൺ. ഓഹോ, ലവേഴ്സ് ആണല്ലേ? നിങ്ങളുടെ പ്രണയം വളരെ ആഴമുള്ളതാണ് മക്കളെ. ഈ ഭൂമിയിൽ നിങ്ങളെപ്പോലെ ഇങ്ങനെ സ്നേഹിക്കുന്നവർ കുറവാണ്. താങ്ക് യു. എത്ര ജന്മം കഴിഞ്ഞാലും ചിലർ ഒരുമിച്ച് തന്നെ കൂടിച്ചേരും. അതുപോലെ കൂടിച്ചേർന്നവരാണ് നിങ്ങൾ. ഈ ഭൂമിയിൽ നിങ്ങളുടെ പ്രണയം അനശ്വരമായി തീരും. ഓ, ഐ ലൈക്ക് ദാറ്റ്. നോക്ക്,
നിങ്ങളുടെ പ്രണയം വളരെ പ്രഷ്യസ് ആയ ഒന്നാണ്. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി ശ്രദ്ധിക്കണം. ചില ഇഷ്ടങ്ങളോട് ദൈവത്തിന് പോലും അസൂയ തോന്നിയേക്കാം. ശരി അമ്മേ, ഞങ്ങൾ എന്നാ പോവാം. പാവം കുട്ടികൾ. ജിമിൻ, ഹോസ്പിറ്റലാണ്. ആരെങ്കിലും കണ്ട? ജിമിൻ, ശരിക്കും എത്ര ഒളിച്ചാണ്, എത്ര പേടിച്ചാണ് നമ്മൾ സ്നേഹിക്കുന്നതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? സ്നേഹിച്ചാൽ മുറിവേൽക്കുമെന്ന പേടി, അപമാനിക്കപ്പെടുമെന്ന പേടി, നമ്മളെ തന്നെ നഷ്ടപ്പെടുമെന്ന പേടി. അത് തന്നെയാണ് ജിയോൺ പ്രണയത്തെ ഇത്ര ഭംഗിയാക്കുന്നത്. ജിമിൻ, എന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷവും എനിക്ക് നിന്നോട് ചേർന്നിരിക്കണം. അവസാന ശ്വാസവും നിനക്ക് ആസ്വദിക്കുവാൻ വണ്ണം പകർന്നു തന്ന് അത് അവസാനിപ്പിക്കണം. എന്റെ അവസാനം മിഴിയടയുമ്പോഴും നിന്റെ മുഖമായിരിക്കണം എന്റെ കണ്ണുകളിൽ നിറയേണ്ടത്. ജിയോൺ, ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായത് എന്താണെന്നറിയോ? നമ്മളെ കേൾക്കാനും നമ്മൾ പറയുന്നത് അതേ അർത്ഥത്തിൽ മനസ്സിലാക്കാനും കഴിയുന്ന ഒരാൾ കൂടെ ഉണ്ടാവുക എന്നതാണ്. ജിമിൻ, ഞാൻ ഒരിക്കൽ പോലും കരുതിയില്ല നിന്നെപ്പോലെ ഒരാൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന്. ഇത്രമേൽ മനോഹരമായ ഒരു പ്രണയം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് എനിക്ക് എന്ത് ഇഷ്ടാണെന്നറിയോ? ജിയോൺ, ഉം, എന്നെ വിട്ടിട്ട് പോവില്ലല്ലോ അല്ലേ? ഒരിക്കലും. എന്നാ അന്ന് പാടിയ ആ പാട്ട് ഒന്നുകൂടെ പാട്. ഇവിടെയോ? യെസ്, എനിക്ക് കേൾക്കണം. എന്തോ അത് കേൾക്കുമ്പോ നീ എന്റെ അറിയില്ല, പാട്. നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ, നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ, ഉല്ലാസം ആനന്ദം കുഞ്ഞോനെ. ജിമിൻ, നിൽക്കുമോളെ. ആരാ നിന്റെ ഹോസ്പിറ്റലിലെ ആ പുതിയ ഡോക്ടർ? എന്താ അയാളുടെ പേര്? പപ്പ, അത് മിസ്റ്റർ ജിയോൺ ആണ്. അവിടുത്തെ ഏറ്റവും നല്ല സർജനാണ് അദ്ദേഹം. നിനക്ക് അയാളുമായി എന്തെങ്കിലും? പപ്പ, എനിക്ക് മിസ്റ്റർ ജിയോണെ ഇഷ്ടമാ. ജിയോണ് തിരിച്ചു. നീ എന്തറിഞ്ഞിട്ടാ മോളെ? അയാൾ നല്ലൊരു സർജൻ ആയിരിക്കാം, പക്ഷെ അയാൾക്കൊരു കുടുംബമുണ്ടോ, ഒരു പശ്ചാത്തലം ഉണ്ടോ? ഞാൻ അറിഞ്ഞത് അയാൾ ഒരു അനാഥാലയത്തിൽ വളർന്ന ആളാണെന്നാണ്. അങ്ങനെയുള്ള ഒരാളുമായി നീ അടുപ്പം വെക്കുക എന്ന് വെച്ചാ? പപ്പ, അവൻ അനാഥനായത് അവന്റെ കുഴപ്പമല്ലല്ലോ. സ്വന്തമായി പ്രയത്നിച്ച് പഠിച്ചുയർന്ന ഒരാളെ നമ്മൾ ബഹുമാനിക്കുകയല്ലേ വേണ്ടത്. എനിക്ക് ജിയോനെ ഇഷ്ടമാ. ഇഷ്ടം മിണ്ടി പോകരുത്. ജിമിൻ, നമ്മുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നിനക്കറിയാമോ? നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ബിസിനസ് സാമ്രാജ്യമാണ് നമ്മുടെ. അവിടെ വന്ന് കയറുന്ന ഒരാൾക്ക് കുറഞ്ഞ പക്ഷം ഒരു അച്ഛനും അമ്മയെങ്കിലും വേണ്ടേ? പപ്പ, പദവിയും പണവുമല്ല സ്നേഹമാണ് വലുതെന്നല്ലേ പപ്പ പഠിപ്പിച്ചേ. ജിയോൺ ഒരു പാവമാ. അവൻ ആരുമില്ല എന്നത് തന്നെയാണ് എനിക്ക് അവനോടുള്ള ഇഷ്ടം കൂടാൻ കാരണം. അത് നിന്റെ ഈ ചെറിയ പ്രായത്തിന്റെയാ ജിമിൻ. ഈ പറയുന്ന മഹാമനസ്കത ഒന്നും ജീവിതത്തിൽ പ്രായോഗികമല്ല. ഒന്നുമില്ലാത്ത ഒരാൾ കുടുംബത്തിലേക്ക് വന്നാൽ അത് വലിയ അപമാനമാണ്. നിനക്ക് ചേരുന്ന എത്രയോ വലിയ കുടുംബങ്ങളുണ്ട്. അല്ലാതെ അനാഥനായ ഒരു ഡോക്ടറിനെ കെട്ടിച്ചു വിടാൻ എനിക്ക് സൗകര്യമില്ല. ഓർത്തു വെച്ചു. ജിയോൺ, പപ്പ എല്ലാം അറിഞ്ഞു. വലിയ ബഹളമായിരുന്നു. പപ്പ എന്താ പറഞ്ഞത്? സ്റ്റാറ്റസ് തന്നെ. നിന്റെ സ്റ്റാറ്റസിനെ കുറിച്ച് മോശമായ സംസാരിച്ചേ. പക്ഷെ ഞാൻ ഉറച്ചു നിന്നു നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ജിമിൻ, ഈ അനാഥത്വം എനിക്കൊരു ശാപമാണ്. നിന്നെ പോലൊരു പെൺകുട്ടി എനിക്ക് വേണ്ടി ഇത്രയൊക്കെ സഹിക്കുന്നത് കാണുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. ഡോൺ വറി, പപ്പയെ നമുക്ക് മാറ്റിയെടുക്കാം. ഓഹോ, അപ്പോ ഇതാണല്ലേ ആ ഡോക്ടർ? ജിമിൻ, നീ പുറത്തു നിൽക്ക്. എനിക്ക് ഇയാളോട് ചിലത് തനിച്ച് സംസാരിക്കാനുണ്ട്. പപ്പ പ്ലീസ്, അവരെ ഒന്നും പറയരുത്. പുറത്തു പോ ജിമിൻ. നോക്കൂ ഡോക്ടർ, നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച ആളാണെന്ന് കേട്ടു. അതിൽ എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷേ എന്റെ മകൾ, അവൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ വേറെയാണ്.
അവൾക്ക് വേണ്ടതൊന്നും നിങ്ങൾക്ക് നൽകാൻ കഴിയില്ല. കുടുംബ പേരില്ലാത്ത വേരുകളില്ലാത്ത ഒരാൾക്ക് എന്റെ മകളെ വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയില്ല. സാർ, എനിക്ക് പണമോ വലിയ തറവാടോ ഇല്ലായിരിക്കാം, പക്ഷേ ജിമിനെ ഞാൻ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ട്. അവൾക്ക് വേണ്ട സന്തോഷം നൽകാൻ എനിക്ക് കഴിയും. സ്നേഹം അതൊക്കെ അങ്ങ് സിനിമയിൽ. സാർ, എനിക്ക് അവളെ ഇഷ്ടമാണ്. എനിക്ക് അവളെ വേണം. വേണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല ഡോക്ടർ. തന്റെ കയ്യിൽ എന്തുണ്ട് അവൾക്ക് നൽകാൻ? ഒരു അനാഥാലയത്തിലെ അഡ്രസ്സോ? തന്റെ മക്കളെ ആരുടെ പേരിൽ ഈ സമൂഹത്തിൽ വളർത്തും? ആലോചിച്ചിട്ടുണ്ടോ അത്? വെറുതെ വാശി കാണിക്കരുത്. ജിയോൺ പ്ലീസ്, എന്താ പപ്പ പറഞ്ഞേ? എന്തെങ്കിലും ഒന്ന് പറ. നമ്മുടെ പ്രണയം അത് മറക്കാനാണ് നിന്റെ പപ്പ പറഞ്ഞത്. ജിമിൻ, റൂം നമ്പർ 107-ലെ ആ കുട്ടി മരിച്ചു. ഇന്ന് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരുന്നില്ലേ? ഓപ്പറേഷൻ ഫെയിൽഡ് ആയി. ഡോക്ടർ ജിയോണ ആ കേസ് അറ്റൻഡ് ചെയ്തേ. എന്നിട്ട് ഡോക്ടർ എവിടെ? ഐ ഡോണ്ട് നോ. ജിയോൺ, നീ ഓക്കെ ആണോ? നോണ, ആ കുട്ടി എനിക്ക് സേവ് ചെയ്യാൻ സാധിച്ചില്ല. ഓൾമോസ്റ്റ് 6 hours ശ്രമിച്ചു, പക്ഷെ എല്ലാം എന്റെ തെറ്റാ. ഞാൻ കാരണം. ചില സമയത്ത് നമ്മൾ നമ്മുടെ മുഴുവൻ ഹൃദയം വെച്ച് ശ്രമിച്ചാലും നമുക്ക് ഒരാളെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. ആ കുട്ടി പാവം, ഒരു ചെറിയ കുട്ടിയായിരുന്നു. മിസ്റ്റർ ജിയോൺ, നിങ്ങൾ എത്ര നേരമായി ഇവിടെ ഇരിക്കുന്നു? അറിയില്ല. ഫുഡ് കഴിച്ചോ? നോ. നോക്ക്, എല്ലാ ആളുകളെയും നമുക്ക് രക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷേ ആ 6 മണിക്കൂർ ആ കുഞ്ഞ് ഒറ്റയ്ക്കായിരുന്നില്ല. ബിക്കോസ് യു വർ ദർ. അവസാന നിമിഷം വരെ നീ ഫൈറ്റ് ചെയ്തു. റിലാക്സ്. ഓ, വന്നോ? നിന്നോട് ഇന്നലെ ഞാൻ എന്താ പറഞ്ഞത്? എന്നിട്ട് നീ പോയല്ലേ? നീ എന്താ മനസ്സിലാക്കാത്ത മോളെ? പപ്പ നിന്റെ നല്ലതിനാ പറയുന്നേ. പപ്പ, എനിക്ക് പറ്റില്ല പപ്പ. മതി, നീ ഇനി ഹോസ്പിറ്റലിൽ പോവണ്ട. ഇന്നത്തോടെ നിന്റെ ആ ജോലി നിർത്തിക്കോ. ഇനി ഈ വീട്ടിൽ നിന്ന് നീ പുറത്തിറങ്ങണ്ട. കുറച്ചുനാൾ കാണാതെ ഇരുന്നാൽ പതിയെ നീ അവനെ മറക്കും. പപ്പ പ്ലീസ്, അങ്ങനെ ചെയ്യരുത്. എനിക്ക് അവനെ കാണാതിരിക്കാൻ പറ്റില്ല. എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി ജിമിൻ. ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്തു. ആ കുട്ടിയുടെ മരണം അതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. എന്താ നീ പറയുന്നേ? ജിയോ, നോക്ക്, അത് ആ കുട്ടിയുടെ വിധിയല്ലേ. അതിന് നീ എത്ര നല്ല ഡോക്ടറാണെന്ന് എനിക്കറിയാം. അല്ല ജിമിൻ, നിന്റെ പാപ്പ പറഞ്ഞതാണ് ശരി. എനിക്ക് വേരുകളില്ല, ഒരു അഡ്രസ് ഇല്ല. അതുകൊണ്ട് എനിക്ക് പരാജയങ്ങൾ മാത്രമേ ഉണ്ടാവൂ. എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ. നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട നഗരമാണിത്. പക്ഷേ ഞാൻ ഈ സിറ്റി വിട്ടു പോവുകയാണ്. എങ്ങോട്ടാണെന്ന് അറിയില്ല. എന്നെ തനിച്ചാക്കി നീ പോകുമോ ജിയോ? പപ്പ എന്നെ ഇവിടെ പൂട്ടിയിട്ടേക്കുകയാ. എന്നെയും കൂട്ടിക്കൊണ്ട് പോവുക ജിയോ. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. എനിക്ക് നിന്നെ ഇവിടെ ഉപേക്ഷിക്കാൻ കഴിയില്ല. പക്ഷെ എന്റെ കൂടെ വന്ന ഒരുപക്ഷെ നമുക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. നിന്റെ ഈ സുഖ സൗകര്യങ്ങളൊന്നും എനിക്ക് നൽകാൻ കഴിയില്ല. നിനക്ക് വരാൻ കഴിയുമോ? എനിക്ക് നിന്നെ മാത്രം മതി. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം, ആരും അറിയാത്തൊരിടത്തേക്ക്. ശരി, നാളെ രാത്രി 12 മണിക്ക് നമ്മൾ എപ്പോഴും കാണാറുള്ള നമ്മുടെ പ്ലേസ് ഇല്ലേ, അവിടെ ഞാൻ കാത്തു നിൽക്കും. നിനക്ക് എങ്ങനെയെങ്കിലും നിന്റെ പപ്പ അറിയാതെ പുറത്തിറങ്ങാൻ കഴിയുമോ? ഞാൻ വരും ജിയോൺ, ഉറപ്പായി ഞാൻ വരും. നീ എനിക്ക് വേണ്ടി കാത്തു നിൽക്കണം. ഞാൻ കാത്തിരിക്കും ജിമി. കാണുന്നില്ലല്ലോ. മിസ്റ്റർ ജിയോൺ, നീ എന്താ വരാത്തെ? നീ വരുമെന്ന് എനിക്ക് ഉറപ്പ് തന്നതല്ലേ? ഇനി വള്ളിയിൽ വെച്ച് കാറ് വല്ലതും അപകടത്തിൽപ്പെട്ടോ? ഏയ് ഇല്ല, എനിക്ക് വേണ്ടി അവൻ വരും. എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി അവൻ പോവില്ല. മോളെ, എന്റെ മോളെ, നീ ഇവിടെ എന്ത് ചെയ്യുക? പപ്പ പ്ലീസ്, മിസ്റ്റർ ജിയോൺ വരും. ഞങ്ങൾക്ക് പോണം പപ്പ പ്ലീസ്. കൊള്ളാം, ഇപ്പോഴും എന്നിട്ട് നീ കാത്തിരിക്കുകയാണോ ജിമിൻ? നേരം വെളുത്തു. അവൻ വരാനാണെങ്കിൽ എപ്പോഴും വന്നേനെ. വരും പപ്പ, എന്തെങ്കിലും അത്യാവശ്യം വന്നതുകൊണ്ടാകും. അത്യാവശ്യം വന്നത് ശരിയാ,
അവൻ എന്നെ കാണാൻ വന്നിരുന്നു ഇന്നലെ വൈകുന്നേരം. നിന്റെ ഈ സ്നേഹത്തിനും കണ്ണുനീരിനും അവൻ ഇട്ട വില എത്രയാണെന്ന് അറിയാമോ? അവന് ഞാൻ ഓഫർ ചെയ്ത കാശും വാങ്ങി അവൻ പോയി. എന്നാ നോക്ക്, അവരെ സിഗ്നേച്ചർ ഉള്ള ചെക്ക്. ഞാൻ വിശ്വസിക്കില്ല. അവൻ എനിക്കറിയാം. അവൻ വരും. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ. അവൻ വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും. നിന്റെ ഈ വാശിയുണ്ടല്ലോ ജിമിൻ, അത് നിന്നെ നശിപ്പിക്കും. അവൻ നിന്നെ ചതിച്ചു എന്ന് തെളിവ് സഹിതം കാണിച്ചു തന്നിട്ടും നീ ഇങ്ങനെ പറയണമെങ്കിൽ നിനക്ക് ഭ്രാന്താണ്. അതെ പപ്പ, എനിക്ക് ഭ്രാന്താണ്. പപ്പ കാണിച്ചു തരുന്ന ഈ പേപ്പർ കഷ്ണങ്ങളെക്കാൾ കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നത് അവന്റെ കണ്ണുകളെയാ, അവന്റെ സ്നേഹത്തെയാ. അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അത് സത്യമാണ്. ശരി, നിന്റെ ഈ വാശി ഞാൻ തന്നെ തീർക്കാം. നീ ഇനി ഇവിടെ ഈ ലണ്ടനിൽ നിൽക്കണ്ട. നീ ഇവിടെ നിന്നാലല്ലേ അവനെ കാത്തിരിക്കാൻ പറ്റൂ, കണ്ടുമുട്ടാൻ പറ്റൂ. ഇന്ന് തന്നെ നമ്മൾ കേരളത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ തറവാട്ടിൽ എന്നെ നിഴലിൽ നീ കഴിഞ്ഞോളൂ. നിന്റെ മനസ്സ് മാറുന്നത് വരെ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. എന്റെ ആളുകൾ നിനക്ക് കാവലുണ്ടാവും. പപ്പ എന്നെ എവിടെ കൊണ്ടുപോയി അടച്ചിട്ടാലും എന്റെ മനസ്സിലെ ജീവൻ മരിക്കില്ല പപ്പ. അവൻ എന്നെ തിരക്കി വന്നിരിക്കും. നീ ഇവിടെ കിടക്ക്, അവൻ വരുമോന്ന് നമുക്ക് നോക്കാം. ജിയോൺ, നീ എവിടെയാ? ഇത്ര വർഷമായിട്ടും എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ലല്ലോ ജിയോൺ. എല്ലാവരും പറയുന്നു സമയമെല്ലാം മാറ്റി വന്നു. പക്ഷെ നീ പോയ ദിവസത്തിൽ നിന്ന് എന്റെ സമയം ഇന്നും മുന്നോട്ട് പോയിട്ടില്ല. നിനക്കൊരു തമാശ അറിയോ? ഞാൻ ഇന്നും നീ എന്റെ അടുത്തുള്ള പോലെ നിന്നോട് സംസാരിക്കാറുണ്ട്. നീ പാടിയ ആ പാട്ട് ഉറക്കെ വെച്ച് കേൾക്കാറുണ്ട്, ഉച്ചത്തിൽ കരയാറുണ്ട്. നീ വല്ലതും അറിയുന്നുണ്ടോ? നീ എന്നെ ഓർക്കുന്നുണ്ടോ ജിയോ? ഇതാണോ ആ നക്ഷത്രം? ജിയോൺ, ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഒരിക്കൽ കൂടി ഒന്ന് കാണാൻ സാധിക്കുമോ? ഒരിക്കൽ മാത്രം. ജിമിൻ, നാളെ മോർണിംഗ് നമ്മൾ കേരളത്തിലേക്ക് പോകും. നിന്റെ ബാഗ് എല്ലാം റെഡിയാക്കി വെച്ചോ. നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ, നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ, ഉല്ലാസം ആനന്ദം കുഞ്ഞോനെ, എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ, കനവും നീ നിനവും നീ വായോ വായോ വാവേ. എനിക്കറിയാമായിരുന്നു എത്ര വൈകിയാലും നീ എന്നെ തേടി വരുമെന്ന്. ഇതെന്താ ഈ മുറിവ്? നിന്റെ കയ്യിലും കാലിലും ചോര. ജീവൻ പറ. അതൊന്നും പറഞ്ഞു നിൽക്കാനുള്ള സമയമില്ല. ഞാൻ ചോര പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ജിമിൻ, ജിമിൻ, ശ്ശ്. ഞാൻ പറയുന്ന കേൾക്ക്, നമുക്ക് എത്രയും വേഗം പോയി പറ്റൂ. എന്നാലും നീ കരയല്ലേ? നീ കരഞ്ഞ എനിക്ക് വേദനിക്കും. പ്ലീസ് വാ. ജീവൻ എന്താ നടക്കുന്നതെന്ന് എന്നോട് പറ. നീ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഓൾവേസ്.
എന്നാ വാ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോണം. ഇവിടുന്ന് ചൈനയിലേക്ക് ഒരു ഫെറി പോകുന്നുണ്ട്, നമുക്ക് അതിൽ കയറി രക്ഷപ്പെടാം. ജിയോ, എനിക്ക് പേടിയാവുന്നുണ്ട്. ജിയോ, ഒരു മിനിറ്റ് നമുക്ക് ഈ പ്ലേസിൽ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോവാം. എനിക്ക് ശ്വാസം മുട്ടുന്നു. ആക്ച്വലി എനിക്ക് അറിയാമായിരുന്നു എന്ത്? നീ വരുമെന്ന്. നിന്നെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റുമോ പൊന്നെ? ജിയോ, നമുക്ക് അവിടെ ചെന്നിട്ട് ഒരു കുഞ്ഞു വീട് വാങ്ങണം. ഞാനും നീയും പിന്നെ നമ്മുടെ കുട്ടികളും. ഒരു കുഞ്ഞു ലോകം. നീ മരിക്കുന്നതിന് മുന്നേ എനിക്ക് ഈ ലോകത്ത് നിന്ന് പോണം ജിയോ. നീ ഇല്ലാതെ പറ്റില്ല എനിക്ക്. ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കണ്ട. ജിയോ, നമുക്ക് ഇവിടുന്ന് പോവാം. എനിക്കെന്തോ തോന്നുന്നു മനസ്സിനുള്ളിൽ എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ. ഞാനുണ്ടല്ലോ, പേടിക്കണ്ട. ബട്ടർഫ്ലൈ പൂ പറിക്കാൻ വന്നതാ? അയ്യോ തോമസ്. നോക്കൂ തോമസ്, ഞങ്ങൾ ഇവിടെ കണ്ട കാര്യം ആരോടും പറയരുത്. ദാ, നീ മിഠായി പിടിക്ക്, നാളെ കൂടുതൽ മിഠായി തരാം. സത്യം ഞാൻ പറയൂല, പക്ഷെ മിഠായി തരണം. കുറെ വേണം, കുറെ. തരാം, ഒരുപാട്. ജിമ്മി, ദാ, ഈ മാല ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാ. ഇത് നീ കഴുത്തിൽ നിന്ന് ഊരരുത്. ഞാൻ നിന്നെ കിട്ടിയ താലി പോലെ ഇത് നീ സൂക്ഷിക്കണം. ജിയോ, കൂടെ തന്നെ ഉണ്ടാവില്ലേ? ജിയോ, എനിക്ക് പേടിയാവുന്നു. ആ പോവാ. ജിമിൻ, അയ്യോ പപ്പ. എടാ, അവനെ പിടിച്ചു മാറ്റ്. നിനക്ക് അത്രക്ക് ധൈര്യമോ? ഇനി ഒരിക്കലും എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ അവനെ തല്ലി ചതക്കടാ. ജിയോ, പപ്പ വേണ്ട, ഒന്നും ചെയ്യില്ലേ. ഞാൻ വന്നോളാം പ്ലീസ്. എഴുന്നേൽക്ക് പ്ലീസ്, നമുക്ക് പോവാം. ജിമിൻ, ജിയോ, 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 അത് സ്വപ്നമായിരുന്നു. പക്ഷെ അത് റിയൽ പോലെയായിരുന്നു. എവിടെ പോയി? എന്ത് സംഭവിച്ചത്? ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടില്ല. ഇത്ര റിയൽ ആയിട്ട്, ഇത്ര പെയിൻഫുൾ ആയിട്ട്. പപ്പ എന്നെ നാട്ടിൽ കൊണ്ടുപോയ ശേഷം ജിയോൺ അവിടെ വന്നു കാണുമോ? ജിയോൺ, നീ എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുവാണോ? എന്തോ പൂർത്തിയാവാത്തത് പോലെ. എനിക്കിതെന്താണെന്ന് അറിഞ്ഞേ പറ്റൂ.
എക്സ്ക്യൂസ് മീ. യെസ് മാം. മിസ്റ്റർ ജിയോൺ എന്നൊരു ഡോക്ടർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? സോറി മാം, ഇവിടുത്തെ റെക്കോർഡ്സിൽ അങ്ങനെ ഒരു ഡോക്ടർ ഇല്ല. നോ, മേ ബി ഓൾഡ് റെക്കോർഡ്സ്. വെയിറ്റ്. യെസ്, 1975 നവംബർ 2 അദ്ദേഹം റിസൈൻ ചെയ്തതായിട്ടാണ് റെക്കോർഡ്സിൽ പറയുന്നത്. ഞാൻ എവിടെയാണ് ഇനി തേടുക? പ്ലീസ്, അതെ, ഞങ്ങൾ മീറ്റ് ചെയ്യാറുള്ള, ഞാൻ അവന് വേണ്ടി അവസാനമായി കാത്തു നിന്ന, സ്വപ്നത്തിൽ ഞാൻ കണ്ടുമുട്ടിയ ആ സ്ഥലം. അതെ, മിസ്റ്റർ ജിയോൺ, നീ ഓർക്കുന്നുണ്ടോ? ഇവിടെയാണ് നീ എന്നെ കളിയാക്കിയത്, ചിരിപ്പിച്ചത്. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നത്. വിധി എന്നെ ഇങ്ങോട്ട് വീണ്ടും എത്തിച്ചിരിക്കുക. ഞാൻ അന്ന് ഒത്തിരി കാത്തിരുന്നു, നീ വന്നില്ല. നീ എനിക്ക് പ്രോമിസ് തന്നതല്ലേ? പക്ഷെ ആ സ്വപ്നത്തിൽ നമ്മൾ കണ്ടുമുട്ടി. പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ഭ്രാന്ത് പിടിക്കുമോ? ഇവിടെ നോക്കിയാൽ എനിക്ക് നിന്നെയാ കാണുന്നത് ജിയോ. ബട്ടർഫ്ലൈ, തോമസ്, ഇപ്പോഴാണോ വരുന്നേ? എത്ര നാളായിട്ട് മിസ്റ്റർ ജിയോൺ കാത്തിരിക്കുക. എന്താ പറഞ്ഞേ? നിനക്കറിയൂ മിസ്റ്റർ ജിയോൺ എവിടെ ഉള്ളതെന്ന്? എനിക്കറിയാം, ദാ അവിടെയുണ്ട്. വാ വാ. ഇവിടെ ദാ ഇവിടെ. ഇവിടെ എന്താ എന്താ നീ പറയുന്നേ? ഉറങ്ങുക. എല്ലാ ദിവസവും വരും ഞാൻ, മിഠായി തരാന്ന് പറഞ്ഞിട്ട് ഉറങ്ങുക. ഇതുവരെ എണ്ണീറ്റില്ല. No, ജിയോൺ. ഞാൻ കണ്ടതാ, ബട്ടർഫ്ലൈയുടെ പപ്പ കൊന്നതാ. മൂക്കില് ചോര, വായില് ചോര, മേല് മൊത്തം ചോര, നല്ല ചുവന്ന ചോര. നല്ല രസമായിരുന്നു. എന്നിട്ട് അവിടെ കിടത്തി ഉറക്കി. ബട്ടർഫ്ലൈ വിളിച്ചു നോക്ക്, എഴുന്നേൽക്കും. ജിയോൺ, please. നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ, നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ, ഉല്ലാസം ആനന്ദം കുഞ്ഞോനെ, എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ, കനവും നീ നിനവും നീ വായു വായു വാവേ, ഉണ്ണിക്കണ്ണായെന്നെന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ. ഓ അപ്പൊ ഞാനൊന്ന് കണ്ടത് സ്വപ്നമായിരുന്നില്ലേ? നീ എന്നെ തേടി ശരിക്കും വന്നതായിരുന്നല്ലേ? കനവും നീ നിനവും നീ വായു വായു വാവേ. നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ, നീ
സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ ഉല്ലാസം